മഴ തോരും മുൻപേയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയോടും ആൻസിയോടും കിച്ചണിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഔതുക്കുട്ടിച്ചായൻ. ധൃതിയിൽ എന്തോ കണ്ട് പേടിച്ചെന്ന പോലെ കടന്നു വരുന്ന റോബർട്ടിനെ കണ്ടുകൊണ്ട് ഔതുക്കുട്ടി അവനോടായി ചോദിക്കുന്നുണ്ട്, നീ എന്നതാടാ ഈ പേടിച്ച് വരുന്ന പോലെയെന്ന്. ചാച്ചാ, ദേ ആ ടോണി പിന്നെ അവിടെ വന്ന് നിൽക്കുന്നു എന്ന് ഔതുക്കുട്ടിയോടായിട്ട് റോബർട്ട് പറയുകയാണ്. ഇത് കേട്ടതും ഔതുക്കുട്ടിയുടെ മുഖമൊക്കെ ആകെ മാറി, ദേഷ്യം വന്ന മുഖമായി മാറി. അദ്ദേഹം റോബർട്ടിനോടായി ചോദിക്കുന്നുണ്ട്, അവൻ കുടുംബം കലക്കാനായിട്ട് വീണ്ടും വന്നോ, അതോ അവരെയും കൂട്ടി തന്നെയാണോ വന്നിരിക്കുന്നത്? ഇല്ല ചാച്ചാ, ഈ തവണ ആരുമില്ല, അവൻ മാത്രമാണ് അവൻ്റെ ജീപ്പിലാണ് വന്നിരിക്കുന്നതെന്നൊക്കെ. നീ എന്നതായാലും വാ, എന്താണ് ഇന്നത്തെ വരവിൻ്റെ അവൻ്റെ ഉദ്ദേശം എന്നൊന്ന് അറിയണമല്ലോ എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് റോബർട്ട് ചാച്ചനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ചാച്ച, അന്നേ ഞാൻ പറഞ്ഞതാണ് ഈ നുണക്കഥ അവനോട് പറയാൻ നിൽക്കണ്ടെന്ന്. അവനൊരു പക്ഷേ അവിടെ പോയി അന്വേഷിച്ചിട്ടായിരിക്കും ചാച്ച ഈ വന്നിട്ടുണ്ടാവുക. അവൻ അവിടെ ചെന്ന് ഈ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ നമ്മളവിടെ കൊടുത്തിട്ടില്ല എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അത് ചോദിക്കാനാണ് ഇപ്പോൾ അവൻ വന്നതെങ്കിൽ ചാച്ചൻ എന്നതാ ചെയ്യാൻ പോകുന്നതെന്ന് റോബർട്ട് ചാച്ചനോടായി ചോദിക്കുന്നുണ്ട്. ചാച്ചൻ അതിന് മറുപടിയായി ഒന്നും പറയുന്നില്ല. കാരണം റോബർട്ട് വെറുതെ ഊഹിച്ച് പറയുന്നതായിരിക്കുമെന്ന് ചാച്ചൻ ചിന്തിക്കുകയാണ്. ചാച്ചനും റോബർട്ടും ടോണിയുടെ അടുത്തേക്ക് പോകുകയാണ്. ആൻസിയും അലീനയും കിച്ചണിൽ തന്നെ നിൽക്കുകയാണ്. അലീന ചാച്ചൻ പറഞ്ഞതെല്ലാം കേട്ട് വളരെ അമ്പരന്ന് തന്നെയാണ് നിൽക്കുന്നത്. അലീന ആൻസിയോടായി ചോദിക്കുന്നുണ്ട്, ആരാ ആൻറ്റി വന്നു എന്ന് പറയുന്നത്? അവർ വലിയ ടെൻഷനിലാണല്ലോ എന്ന്. അപ്പോൾ ആൻസി പറയുന്നുണ്ട്, മോളെ നിനക്ക് മനസ്സിലായില്ലേ, ടോണി എന്ന് പറഞ്ഞത് നമ്മുടെ റാണിക്കൊച്ചിൻ്റെ ഹസ്ബൻഡാണ്. അതെയോ, അപ്പോൾ ആരെയാ കൂട്ടിക്കണ്ടു വന്നു എന്നൊക്കെ ചാച്ചൻ ചോദിച്ചത്? അതൊക്കെ വലിയ കഥയാ കൊച്ചേ. അതൊരു എറണാകുളത്തൊരു ടീമുണ്ട്, അവരെയും കൂട്ടി കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ടോണി വന്നിരുന്നു. വന്ന് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് തിരിച്ചു പോയത്. എന്നതാ പ്രശ്നം? അത് നമ്മുടെ റാണിക്കൊച്ചിൻ്റെ ഒരു കൊച്ചിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ കൊച്ചിനെ ഇപ്പോൾ അവന് വേണമെന്ന്. അതിന് ആ കൊച്ചിൻ്റെ അച്ഛൻ ടോണി അല്ലല്ലോ, പിന്നെ എന്നാത്തിനാ? അത് ആ കൊച്ചിൻ്റെ യഥാർത്ഥ അച്ഛനെയും വീട്ടുകാരെയും കൂട്ടിയിട്ടാണ് ടോണി വന്നത്. അവർക്കിപ്പോൾ ആ കൊച്ചിനെ വേണമെന്ന്. നമ്മൾ എവിടെയാണ് പൂത്തി വെച്ചിരിക്കുന്നതെന്നും കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി. അന്ന് ഇവരെന്തോ നുണയൊക്കെ പറഞ്ഞിട്ടാണ് ആ ചെക്കൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. ഇവർക്കൊന്നാമത്തെ ആ കൊച്ചിനോട് പെരുമാറാൻ അറിയത്തില്ല. അവൻ നല്ല പയ്യനാന്നേ. ഇവർ നല്ല രീതിക്ക് പെരുമാറിയാൽ ആ പയ്യനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിന് ഇവരതിലും വലിയ ആൾക്കാരായി മാറും. അതന്ന് ഈ പയ്യൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴല്ലേ റാണിക്കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അത് ആർക്കായാലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഈ പറയുന്ന റോബർട്ട് ചായനാണെങ്കിലും എന്നിൽ അങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടായി എന്നും കണ്ടു കഴിഞ്ഞാൽ ഇവരത് ക്ഷമിക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? ഇവരെന്നല്ലെന്നേ ഒരാണുങ്ങൾ ക്ഷമിക്കത്തില്ല. നമ്മുടെ ഭാഗത്ത് ഇങ്ങനൊരു തെറ്റുണ്ടായെന്നും വിവാഹത്തിന് മുമ്പ് വന്ന ഇങ്ങനെയൊരു തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ വേറൊരാളെ കല്യാണം കഴിച്ചതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ ഒരാണുങ്ങൾ നമ്മളോട് ക്ഷമിച്ചു തരത്തില്ല. എന്നിട്ടിപ്പോൾ ഇവർ ആ പയ്യനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ പയ്യനോട് അതിൻ്റേതായ രീതിയിൽ ഇനിയെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുകയല്ലേ ഇവർ വേണ്ടതെന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്കും തോന്നുകയാണ് കേട്ടോ, ടോണിയുടെ ഭാഗത്തും ശരികളുണ്ടല്ലോ. അത് തൻ്റെ അച്ഛനായ ബാലചന്ദ്രൻ നിൽക്കുന്ന അതേ സ്ഥാനത്ത് തന്നെയല്ലേ ടോണിയും നിൽക്കുന്നത്. ഒരു പക്ഷേ ഇവർക്ക് തമ്മിൽ ഒരു കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ടാവാം ടോണി ഇത് കേട്ട ആ ഷോക്കിനെ റാണിയെ അവർ ഇവിടെ കൊണ്ടുവന്നാക്കിയതെന്നൊക്കെ അലീന ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഇതേ സമയത്താണ് പുറത്ത് ശബ്ദം അലീന കേൾക്കുന്നത്. അലീന ആൻസിയോടായി ചോദിക്കുന്നുണ്ട്, ആൻറ്റി നമുക്ക് അപ്പുറത്തേക്ക് പോകാമോ എന്ന്. അപ്പോൾ ആൻസി പറയുന്നുണ്ട്, ഓ പോകാലോ. അല്ല, നമ്മുടെ റാണിമോളുടെ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തായിരുന്നോ നീ? ഇല്ല, ഞാൻ വന്നതിന് ശേഷം അങ്ങനെ ചെയ്യാറില്ല ഞാൻ. എന്നാത്തിനാ അങ്ങനെ ചെയ്യുന്നേ? പുറത്ത് നമ്മളൊക്കെ ഉണ്ടല്ലോ. പിന്നെ റാണി ആൻറ്റി എവിടേക്ക് ഇറങ്ങി ഓടാനാ? അതൊന്നും വേണ്ടെന്നേ. അല്ല മോളെ, ടോണിയുടെ ശബ്ദം കേട്ടാലേ അവൾ അപ്പോൾ ഓടി പുറത്തേക്ക് വരും. പിന്നെ ചാച്ചൻ്റെ വായിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ
ആ പയ്യൻ റാണിമോളുടെ മുറിയിൽ കയറി എന്നും പറഞ്ഞിട്ട് അവരൊക്കെ പോയതിന് ശേഷം ചാച്ചൻ എന്നെയാണ് വഴക്ക് പറഞ്ഞത്. മോള് ചെന്ന് ആ ഡോറ് പുറത്തു നിന്നൊന്ന് ലോക്ക് ചെയ്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അലീനയും ആൻസിയും സിറ്റൗട്ടിലേക്ക് നടക്കുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് അലീന അദ്ദേഹത്തെ കാണുന്നത്. ടോണി വളരെ വലിയ ശബ്ദമെടുത്തുകൊണ്ട് തന്നെയാണ് അവരോടൊക്കെ സംസാരിക്കുന്നത്. റോബർട്ട് പറഞ്ഞ പോലെ തന്നെയായിരുന്നു ടോണിയുടെ സംസാര രീതികൾ. നിങ്ങൾ 3 പേരും കൂടി എന്നതാന്ന് വിചാരിച്ചത്? എന്നെ പറഞ്ഞു പറ്റിച്ച് താൽക്കാലികം ഇവിടെ നിന്ന് പറഞ്ഞു വിടാന്നോ? ഏത് കോൺവെൻ്റാണെന്നാ പറഞ്ഞത്? ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റോ? കൊള്ളാം. ആ സമയത്ത് എവിടെ നിന്ന് കിട്ടി നാവിൻ തുമ്പത്ത് ആ വാക്ക്? ഇവിടെ അടുത്തുള്ള കോൺവെൻ്റാണല്ലോ എന്ന് കരുതി കേട്ടോ. നിങ്ങൾക്കൊക്കെ സാമാന്യ ബുദ്ധി ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. എനിക്ക് അവിടേക്ക് പോകാനും അന്വേഷിക്കാനും സമയമൊരല്പം വൈകിയതുകൊണ്ടാണ് ഞാനിവിടെ എത്താനും വൈകിയത്. പുറത്തു നിന്നേ അറിഞ്ഞു നിങ്ങളുടെ കുടുംബ മഹിമ. ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലേ? ആങ്ങളമാരും പെങ്ങന്മാരും ഇത് തന്നെ പരിപാടി. വെറുതെ അല്ല നിങ്ങൾക്കിതൊക്കെ വലിയ പുത്തിരിയല്ലാതെ ആയി മാറിയത്. ആങ്ങളമാർക്ക് പുറത്തിറങ്ങി പെണ്ണുങ്ങളെ പ്രേമിക്കുക, അവർക്ക് കൊച്ചുങ്ങളുണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് അവരെ ഉപേക്ഷിക്കുക, വേറെ വലിയ തറവാട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ കെട്ടി കുടുംബത്ത് കൊണ്ടുവന്ന് പാർപ്പിക്കുക, അവരും മക്കളുമായിട്ട് സുഖമായി ജീവിക്കുക. പെങ്ങളെ ഇങ്ങനെ പുറത്തിറക്കി പഠിപ്പിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിടുക, പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുമായിട്ട് പ്രേമിച്ചു ഉല്ലസിച്ച് നടക്കുക, അതിലൊരു കൊച്ചുണ്ടായിന്ന് കാണുമ്പോൾ അതിനെ പ്രസവിച്ച് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുപോയിട്ടിട്ട് വേറെ നല്ല കുടുംബത്തിൽ ആണുങ്ങളെ കല്യാണം ആലോചിച്ച് പെങ്ങളെ അവൻ്റെ തലയിൽ ഇട്ട് കൊടുക്കുക. നല്ല കുടുംബം. എന്നിട്ട് ആ കുടുംബത്തിനൊരു പേരും കൊട്ടാരമറ്റത്തിൽ. അത് നിയന്ത്രിക്കാനായിട്ട് ഒരു ചാച്ചൻ, എല്ലാം തികഞ്ഞെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു ചാച്ചനും 3 ആങ്ങളമാരും ഒരു പെങ്ങളും. ഇനിയും ഉണ്ടോ ആങ്ങളമാർക്ക് ഇമാതിരി കഥകൾ? അല്ല അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ് ഞാൻ. അതോ ഇതൊന്നും പോരാഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ചാച്ചൻ്റെ വക എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുനിന്നുള്ള കുറേ സമ്പാദ്യങ്ങൾ ഇങ്ങോട്ട് വരുമോ? ഔതുക്കുട്ടിച്ചായനിലുണ്ടായ കൊച്ചുങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരമ്മച്ചി കുറേ മക്കളെയും കൂട്ടി ഇനി ഈ കൊട്ടാരമറ്റത്തിൻ്റെ വാതിക്കൽക്കും കൂടിയും വരാവുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ കൊട്ടാരമറ്റത്തിൽ തികഞ്ഞു കഴിഞ്ഞല്ലോ. പെങ്ങളുടെ വകയായിട്ടും ആങ്ങളുടെ വകയായിട്ടെന്നൊക്കെ ഇങ്ങനെ ടോണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ സമയം ഔതുക്കുട്ടിയും റോബർട്ടും ഒന്നും മിണ്ടാതെ തന്നെ കേട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഔതുക്കുട്ടി അവൻ്റെ നേരെ ചാടിക്കടിച്ചുകൊണ്ട് പറയാണ്, നീ ഓരോ വാക്കുകൾ പറയുമ്പോഴും സൂക്ഷിച്ചു വേണം ടോണി പറയാൻ. നീ അവളിവിടെ കൊണ്ടുവന്നാക്കിയതോടുകൂടി നീയും അവളും ഞങ്ങളും നീയും തമ്മിലുള്ള ബന്ധം അവിടെ അവസാനിച്ചതാണ്. പിന്നെ എന്ത് കാര്യത്തിനാണ് നീ അവളുടെ കൊച്ചിനെയും അന്വേഷിച്ച് ഇപ്പോൾ കൂടെ ഈ കയറി ഇറങ്ങുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് അവളെ വേണ്ട എന്ന് പറഞ്ഞോടത്ത് പിന്നെ അവളുടെ കൊച്ചിനെന്തിനാണ്? അതും നിന്നിലുണ്ടായ കൊച്ചല്ലാന്ന് നിനക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. പിന്നെ എന്നാത്തിനാന്നാണ് ഞങ്ങൾ ഈ ചോദിക്കുന്നത്? എനിക്ക് വേണം. എനിക്ക് ആ കൊച്ചിനെയും വേണം. കൊച്ചിന് അതിൻ്റെ ആൾക്കാരെ ഏൽപ്പിച്ച് കൊടുക്കുകയും വേണം. അത് കഴിഞ്ഞിട്ട് ഞാനും നിങ്ങളും തമ്മിൽ കാണുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയിലാണ് അവസാന തീരുമാനം ഞാൻ എടുക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചൊന്നും നിങ്ങളെനിക്ക് വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നെ വിശ്വസിപ്പിക്കേണ്ട രീതിയിൽ ഇന്ന് ആ കൊച്ച് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കൊച്ച് ഇപ്പോൾ എവിടെയാണെന്നുള്ളതിൻ്റെ അഡ്രസ്സ് നിങ്ങളെനിക്ക് തന്നേ പറ്റൂ. അല്ലാതെ ഇതിനൊരു മുന്നോട്ടൊരു പോക്കുണ്ടാവുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കണ്ട. ദേ ഈ ടോണിയോട് കളിച്ചാലേ എല്ലാത്തിനെയും ഞാൻ കോടതി കയറ്റും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും ഒരുത്തിയെ നിങ്ങളൊക്കെ കൂടി പ്രാന്ത് പിടിപ്പിച്ചേ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ടുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് ഇനി ആരൊക്കെയാണ് പ്രാന്ത് പിടിപ്പിക്കാൻ പോകുന്നത്? അതെ, ഒരു മകനുണ്ടായത് മരിച്ചു. ആ മകനിൽ ഒരു കുഞ്ഞുണ്ടെന്നറിഞ്ഞപ്പോഴേ ആ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് അന്ന് എൻ്റെ കൂടെ വന്ന മാതാപിതാക്കൾ. അല്ലാതെ നിങ്ങളെ പോലെ കുറേ മക്കളുണ്ടാക്കിയിട്ടിട്ട് കുറേ തോന്നിവാസങ്ങൾക്ക് പറഞ്ഞു വിട്ട തന്തയും തള്ളയൊന്നും അല്ല അവർ. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് ഈ ടോണിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് തോന്നിയത്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഞാൻ ഈ കുടുംബത്തിങ്ങനെ കയറി ഇറങ്ങുന്നത്. എൻ്റെ ഒരു നല്ല ജീവിതം ഒന്നുമല്ലാതാക്കി തീർത്ത കുടുംബക്കാരാണ് നിങ്ങൾ. ആ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ പോലും വരരുതെന്ന് വിചാരിച്ചവനാണ് ഈ ടോണി. ഇതൊക്കെ കേൾക്കുമ്പോൾ ടോണിയോട് ചാച്ചൻ ചോദിക്കുന്നുണ്ട്, നീ കൊണ്ടുപോയതിന് ശേഷമല്ലേടാ എൻ്റെ കൊച്ചിന് പ്രാന്തായതെന്നൊക്കെ.
അപ്പോൾ ടോണി പറയുന്നുണ്ട്, നിങ്ങൾ അന്ന് ഈ വാക്ക് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞതാണ്, ഞാൻ അവളെ കൊണ്ടുപോകുമ്പോഴും തിരിച്ചു കൊണ്ടുവരുമ്പോഴും അവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് അവൾക്ക് അവളുടെ കൊച്ചിനെ കാണണമെന്നും നിങ്ങൾ ആ കൊച്ചിനെ അവൾക്ക് കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് ആ കൊച്ചിനെ നിങ്ങൾ കാണിക്കാണ്ടായതോടെയാണ് അവളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നത്. ആ സ്വഭാവവുമായിട്ടാണ് അവൾ പിന്നത്തെ വട്ടം എന്നോടൊപ്പം തിരിച്ച് വന്നതും. അവിടെ ചെന്നിട്ടും അവളിൽ ആ പ്രാന്ത് കാരണമാണ് അവളെ ഞാൻ ഡോക്ടറെ കാണിക്കാനിടയായതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൾ ആ ഡോക്ടറോട് സംസാരിക്കാനിടയായതും. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കൊണ്ടുപോയി പ്രാന്താക്കിയെന്നല്ലേ? നിങ്ങൾക്കറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്. ഞാനും റാണിയും ജീവിച്ചതൊരു വർഷമാണെങ്കിലും ഉണ്ടല്ലോ, ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു വർഷം അതെങ്ങനെയായിരുന്നുവെന്ന് ഈ ലോകത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവിനെയും ഞാൻ അതുപോലെ കണ്ടിട്ടില്ല. അതുപോലെയാണ് റാണി എന്നെ നോക്കിക്കൊണ്ട് നടന്നിരുന്നത്. അതൊന്നും ഓർക്കാൻ പോലും എന്നെക്കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്നും ഈ ടോണി മറ്റൊരു പെണ്ണിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ നടക്കുന്നത്. എന്നെക്കൊണ്ട് കൂടുതലൊന്നും നിങ്ങൾ പറയിപ്പിക്കരുത്. എന്നതായാലും ഈ കൊട്ടാരമറ്റത്തിൽ വന്ന് പെണ്ണ് ചോദിച്ചതാണല്ലോ ഈ ജന്മത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ പാപം. അതെന്തായാലും ഒരു നല്ല കാര്യത്തിനായിരിക്കും കർത്താവ് എന്നെ ഈ കുടുംബത്തിലേക്ക് എത്തിച്ചു തന്നത്, അല്ലേ ചാച്ച എന്ന് കളിയാക്കിക്കൊണ്ട് തന്നെ ചാച്ചൻ്റെ മുഖത്ത് നോക്കി ടോണി ചോദിക്കുകയാണ്. ടോണിയുടെ ചോദ്യങ്ങൾ കേട്ടിട്ട് ചാച്ചൻ ഒന്നും തന്നെ തിരിച്ച് പറയാൻ പറ്റുന്നില്ല. പെട്ടെന്നായിരുന്നു ടോണിയുടെ കണ്ണിലെ ലിവിങ് റൂമിൻ്റെ വാതിക്കലായിട്ട് നിൽക്കുന്ന അലീനയെയും ആൻസിയെയും കണ്ണിലുടക്കുന്നത്. അലീനയെ കണ്ടതും ടോണി അമ്പരപ്പോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. അലീനയോടായിട്ട് 2 സ്റ്റെപ്പ് കയറി വന്നുകൊണ്ട് ടോണി അലീനയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഓ നീയാണോടി കൊച്ചേ ഇവിടുത്തെ ലാലിച്ചായൻ്റെ മോളെന്ന്. അലീനയ്ക്ക് തിരിച്ച് ടോണിയോട് മറുപടി പറയണോ വേണ്ടയോ എന്നറിയാതെ ആൻസിയുടെയും ചാച്ചൻ്റെയും മുഖത്തേക്ക് അവൾ മാറി മാറി നോക്കി. എന്നിട്ട് അവൾ ഒന്നും തന്നെ പറഞ്ഞില്ല. വീണ്ടും ടോണി ചോദിച്ചു, നീയാണോ പുതിയതായിട്ട് വന്ന ലാലിച്ചായൻ്റെ മകളെന്ന്. അലീന ആരുടെയും മുഖത്ത് നോക്കാതെ തന്നെ അതേ എന്ന് തലയാട്ടി. എന്നിട്ട് ചാച്ചൻ്റെയും തൻ്റെ ചെറിയച്ഛൻ്റെയും മുഖത്തേക്കായിട്ട് അവൾ നോക്കി. അവർ 2 പേരും ടോണിയുടെ മുമ്പിൽ തല താഴ്ത്തി തന്നെ നിൽക്കുകയാണ്. തല താഴ്ത്തി നിൽക്കാതെ രക്ഷയില്ലെന്നും അലീനയ്ക്ക് നല്ല ബോധമുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും തൻ്റെയും രേവതിക്കുട്ടിയുടെയും ചിന്നുകുട്ടിയുടെയും ഒക്കെ മുഖങ്ങൾ അലീനയുടെ മനസ്സിലേക്ക് വന്നു. ആരൊക്കെയോ ഉപേക്ഷിച്ച് കളഞ്ഞ് ഇപ്പോഴും അനാഥാലയത്തിൽ ജീവിക്കുന്ന ഞങ്ങളെപ്പോലെ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നതല്ലോ എന്നൊക്കെ അലീനയുടെ മനസ്സിലൂടെ പോവുകയാണ്. അവർക്കാർക്കും പറയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ടോണിയോട് അലീനയ്ക്ക് പറയാനുണ്ടായിരുന്നു. എന്തോ ചിന്തിച്ചിങ്ങനെ നിൽക്കുന്നത് കണ്ട് ടോണി അലീനയോടായി ചോദിക്കുന്നുണ്ട്, എന്നതാടി കൊച്ചേ നിൻ്റെ പേരെന്ന്. അലീന തിരിച്ച് അവളുടെ പേര് പറഞ്ഞു കൊടുത്തു. അലീന. ആഹാ, നല്ല പേരാണല്ലോ. നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? അലീന അതിനും മറുപടി പറഞ്ഞു കൊടുത്തു. 23 വർഷത്തോളായിട്ട് ഞാനൊരു ഓർഫനേജിൽ തന്നെയായിരുന്നുവെന്ന്. കൊള്ളാം മോളെ, ഇവർക്കേ ഈ കൊച്ചുങ്ങളെ ഉണ്ടാക്കി ഇങ്ങനെ ഇട്ടിട്ട് കുറേ ഓർഫനേജിൽ കൊണ്ടുപോയി ആക്കുന്നത് ഈ കുടുംബത്തിൻ്റെ ഒരു ശീല. ഇവർക്ക് അതിൻ്റെ ഒന്നും വിഷമങ്ങൾ ഇവർക്കാർക്കും അറിയാത്തത് കൊണ്ടേ അതൊന്നും ഇവരെ സംബന്ധിച്ച് വലിയ കാര്യമല്ല. ഇവർ അതൊക്കെ ശീലിച്ച് പോയവരാ. ഇപ്പോൾ കണ്ടില്ലേ, ഞാനും ഒരു കൊച്ചിനെ തേടി ഇങ്ങനെ നടക്കുക. നീ ഇവിടെ എത്തിപ്പെട്ടത് 23 വർഷം കഴിഞ്ഞിട്ടല്ലേ. ആ കൊച്ച് ഏത് കാലത്ത് എൻ്റെ കയ്യിൽ എത്തിപ്പെടുന്ന് കർത്താവിന് പോലും അറിയത്തില്ല. ഇപ്പം എന്തായാലും ഒരു 3-4 വയസ്സ് കാണണം ആ കൊച്ചിന്. ഇപ്പോഴെങ്കിലും ആ കൊച്ചിനെ കിട്ടിയിട്ട് അതിൻ്റെ ഉടമസ്ഥർക്ക് അതിനെ ഏൽപ്പിച്ചു കൊടുത്താലേ അതിൻ്റെ പുണ്യം എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. ആ കൊച്ച് അത്രയ്ക്ക് നല്ല കൊച്ചാണ്. വേറൊന്നും കൊണ്ടല്ല, അവരുണ്ടല്ലോ ആ കൊച്ചിനെ കിട്ടാൻ നടക്കുന്ന അതിൻ്റെ ഗ്രാൻഡ് പാരൻസ്, അവരത്രയ്ക്ക് നല്ല മനസ്സുള്ളവരാ. എന്തിനാടി കൊച്ചേ ഇത്രയ്ക്കും സ്വത്തും പണവും സമ്പാദ്യവുമുള്ള ആ കൊച്ച് ഏതോ ഓർഫനേജിൽ ഒന്നുമില്ലാത്തവളെ പോലെ അനാഥയായിട്ട് കഴിയുന്നതെന്ന് ആലോചിച്ചിട്ടേ എൻ്റെ ചങ്ക് പിടയ്ക്കുക. അന്ന് മുതൽ ഞാൻ ഉറങ്ങുന്നതേ
ഒന്നോ രണ്ടോ പെഗ്ഗടിച്ചിട്ടാണ്. അത്രയ്ക്ക് മാനസികാവസ്ഥയിലാണ് ഈ ടോണി കഴിഞ്ഞു പോകുന്നത്. ഇത്രയൊക്കെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ടോണിയോടായിട്ട് ചാച്ചൻ പറയുന്നുണ്ട്, ഡാ മതി മതി, ഇനി നീ ഇവിടെ കയറി നിന്ന് അധികം ഡയലോഗ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന്. ഇതേ സമയം ചാച്ചനോടായി ടോണി പറയുന്നുണ്ട്, ചാച്ചാ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ മാക്സിമം മര്യാദ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ നിമിഷവും ഞാനിവിടെ നിൽക്കുന്നത്. ആ മര്യാദ നിങ്ങളോട് എനിക്ക് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും പ്രായത്തിൻ്റെ വ്യത്യാസത്തിൻ്റെ പുറത്ത് ഞാൻ പറയുകയാണ്, ആ അഡ്രസ്സ് കിട്ടാതെ ഈ ടോണി ഈ വീട്ടിൽ നിന്ന് ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സിറ്റൗട്ടിൽ കിടന്നിരുന്ന ഒരു ചെയറിലേക്ക് ടോണി ഇരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അലീന ടോണിയോടായിട്ട് പറയുന്നുണ്ട്, എനിക്കറിയാം ചേട്ടൻ ഈ പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ ചങ്കിലും നെഞ്ചിലുമാണ് വന്ന് കുത്തിക്കൊള്ളുന്നത്. മറ്റൊന്നുമല്ല, ഓർഫനേജിൽ വളരുന്ന ഒരു പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അവസ്ഥ എത്രത്തോളം മോശമാണെന്നും എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്നും നന്നായിട്ടറിയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. മോശമെന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല, ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് തന്നെയാണ് അവർ ആ സ്റ്റേജിലൂടെ കവർ ചെയ്ത് പോവേണ്ടത്. ഇപ്പോൾ ചേട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടിയുടെ കുടുംബക്കാർക്ക് അവളെ പഠിപ്പിക്കാനും വളർത്താനും സംരക്ഷിക്കാനുള്ള കഴിവും ആസ്തിയൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാണ് ഒരു കുഞ്ഞ് വെറുതെ കിടന്ന് അതിൻ്റെ ഭാവി നശിപ്പിച്ച് കളയുന്നത്? അവൾ ചാച്ചനെ നേരെ തിരിഞ്ഞുകൊണ്ട് ചാച്ചനോടായി പറയുന്നുണ്ട്, ചാച്ച മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്, എൻ്റെ ജീവിതം, എൻ്റെ ഒരാളുടെ ജീവിതം മാത്രം നിങ്ങളെല്ലാവരും ഒന്ന് നോക്കിയാൽ മതി. 23 വർഷം ഞാൻ കഴിഞ്ഞു പോകുന്ന ആ സ്റ്റേജ് മാത്രമായിരിക്കില്ല ഇന്ന് ആ കുഞ്ഞനുഭവിക്കുന്നത്. അവളെയെങ്കിലും രക്ഷിക്കാൻ ചാച്ചനൊക്കെ ഒന്ന് ശ്രമിച്ചൂടെ? ചാച്ചനൊക്കെ എടുത്ത് വളർത്തണമെന്ന് ആരും പറയുന്നില്ലല്ലോ. ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരല്ലേ അതിനെ അന്വേഷിച്ചിപ്പോൾ നടക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടല്ലേ ടോണിച്ചേട്ടൻ ഇവിടെ വന്ന് അന്വേഷിക്കുന്നത്. ചാച്ചന് ഉള്ളതുപോലെ പറഞ്ഞു കൊടുത്തൂടെ? ഒരു പക്ഷേ ആ കുഞ്ഞിനോട് ആ കുഞ്ഞിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയണമെന്നില്ലല്ലോ. അമ്മയാണെന്ന് പറഞ്ഞിട്ട് റാണി ആൻറ്റിയെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യവുമില്ല. ആൻസിയോടായിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് അലീന ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഞാൻ ഇന്നലെ കൂടി പറഞ്ഞതല്ലേ, ഞാനും രേവതിക്കുട്ടിയും ചിന്നുക്കുട്ടിയൊക്കെ ആ വീട്ടിൽ കഴിഞ്ഞു പോന്നിട്ടുള്ള ഓരോ അവസ്ഥകൾ ഞങ്ങളുടെ ബ്രിജിത മമ്മിയുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഓരോ ദിവസവും സന്തോഷം നിറഞ്ഞതായത്. നേരത്തിന് വിശപ്പടക്കി ഭക്ഷണം കഴിക്കാൻ പോലും ചില ദിവസങ്ങളിൽ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരവസ്ഥ ഒരു കുഞ്ഞുങ്ങൾക്കും വരരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ അഡ്രസ്സ് അറിയാമെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തൂടെ? അലീനയുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടുള്ള ഓരോ വാക്കുകളും ചാച്ചൻ്റെയും റോബർട്ടിൻ്റെയും മനസ്സിൽ വല്ലാതെ വിങ്ങാണ്. ഇതൊക്കെ കേൾക്കുന്ന ടോണിയും ആകെപ്പാടെ അതിശയിച്ച് നിൽക്കുകയാണ്. തനിക്ക് വേണ്ടിയിട്ട് ഈ കൊട്ടാരമറ്റത്തിൽ സംസാരിക്കാൻ ഒരാളുടെ ശബ്ദമുയരുന്നത് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ടോണി. താൻ അലീനയ്ക്ക് നേരെ നിന്ന് പറഞ്ഞതൊക്കെ ഒരല്പം കൂടിപ്പോയെന്ന് ടോണിക്ക് തോന്നുന്നുണ്ട്. ടോണി അവിടെ നിന്നും എഴുന്നേറ്റിട്ട് അലീനയ്ക്ക് നേരെ നിന്നുകൊണ്ട് പറയുകയാണ്, മോളെ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല കേട്ടോ പറഞ്ഞത്. നിൻ്റെ മനസ്സിൽ ഇത്രയ്ക്ക് സങ്കടങ്ങൾ കിടക്കുന്നുണ്ടെന്നും നിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ അറിഞ്ഞതുപോലും ഇല്ലല്ലോ എന്നൊക്കെ ടോണി ഇങ്ങനെ വളരെ വിഷമത്തോടുകൂടി പറയുമ്പോൾ അലീന പറയുകയാണ്, എനിക്ക് വിഷമങ്ങളൊന്നുമില്ല. കാരണം ഞാൻ ഈ നിൽക്കുന്നവരൊക്കെ ഒന്ന് കാണണമെന്ന് പല രാത്രികളിലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനുണ്ടാവാം, അമ്മയുണ്ടാകാം, അമ്മയ്ക്കും അച്ഛനുമൊക്കെ ഒരുപാട് ബന്ധുക്കളുണ്ടാവാം. അപ്പോൾ അവരെയൊക്കെ അച്ചച്ചാന്നും അമ്മമ്മേന്നും ചാച്ചാന്നും വെല്ലിച്ചാന്നും ഒക്കെ വിളിക്കാലോ. അവരൊക്കെ ഒരു വട്ടം കണ്ടിരുന്നുവെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് വിളിക്കാലോ. അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ ഞാൻ അവിടെ നിന്നും ഇവിടേക്കും അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്തേക്കൊക്കെ എത്തിയപ്പോൾ എനിക്ക് കിട്ടിയിരുന്നത് കണ്ണുനീര് മാത്രമായിരുന്നു. പക്ഷേ കുറച്ച് മുമ്പ് ചേട്ടൻ പറഞ്ഞില്ലേ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന അതിൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കാര്യം. അവരെക്കുറിച്ച് ആലോചിച്ചപ്പോഴും എൻ്റെ കണ്ണ് നിറയാണ് ചെയ്തത്. കാരണം അവർക്ക് ഇനിയും മുന്നോട്ട് ജീവിക്കാൻ ഈ കുഞ്ഞൊന്നൊരു പ്രതീക്ഷ മാത്രമല്ലേ ഉള്ളൂ.
ടോണി അവരോടാരോടും സമ്മതം ചോദിക്കാതെ തന്നെ അകത്തേക്ക് കയറുന്നത് കണ്ടിട്ട് ചാച്ചന് ദേഷ്യം വന്നുകൊണ്ട് റോബർട്ടിനോടായിട്ട് പറയുന്നുണ്ട്, എടാ റോബർട്ടെ, അവനെ അങ്ങ് തടഞ്ഞടാ. അവൻ എന്നാ കാര്യത്തിനാ അകത്തേക്ക് വലിഞ്ഞു കയറുന്നത്? അവൻ ഇത്രയും നേരം ഓർഫനേജിൻ്റെ അഡ്രസ്സ് മാത്രം മതിയായിരുന്നു, പിന്നെ എന്തിനാടാ അവൻ അകത്തേക്ക് കയറ്റുന്നതെന്ന് ചോദിക്കുകയാണ്. റോബർട്ടിന് എന്തെന്നറിയാത്ത ടോണിയോട് ഒരു സിമ്പതിയുണ്ട്. അതുകൊണ്ട് തന്നെ ചാച്ചനോ മറ്റുള്ളവരോ സംസാരിക്കുന്ന അതേ കാഠിന്യത്തിൽ ടോണിയോട് റോബർട്ട് അങ്ങനെ സംസാരിക്കാറില്ല. റോബർട്ടിന് തടയാനായിട്ടുള്ള എന്തോ ഒരു മടിയുണ്ടെങ്കിലും ചാച്ചൻ ദേഷ്യപ്പെടുന്നത് കണ്ട് റോബർട്ട് ടോണിയുടെ മുന്നിലേക്ക് നടക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, വേണ്ട ചാച്ച, ആൻറ്റിക്ക് അതൊരു സന്തോഷമാവുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇന്നാൾ ആൻറ്റി പറയുന്നത് കേട്ടു, മുമ്പൊരിക്കൽ ചേട്ടൻ വന്നു പോയതിന് ശേഷം വളരെ സന്തോഷത്തിലായിരുന്നുവെന്ന്. എന്തിനാ ചാച്ച വെറുതെ? ഒരു നോക്ക് കാണുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അവരിപ്പോഴും ഭാര്യയും ഭർത്താവും അല്ലേ? ചാച്ചൻ എന്താ അത് മനസ്സിലാക്കാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കാനോ പോയി റാണിയെ കണ്ടോളാനുള്ള അനുവാദം കിട്ടാൻ വേണ്ടി കാത്തുപോലും നിൽക്കാതെ ടോണി അകത്തേക്ക് ചെല്ലാണ്. പതിവ് പോലെ തന്നെ ടോണി കാണുന്നുണ്ട്, അന്ന് താൻ വന്ന പോലെ തന്നെയായിരുന്നു. റാണിയുടെ ഡോറിൻ്റെ ഫ്രണ്ട് വശം പൂട്ടി തന്നെ ഇട്ടിരിക്കുകയായിരുന്നു. ടോണി ആ ലോക്ക് വലിച്ചു തുറന്ന് അകത്തേക്ക് കയറി. കട്ടിലിൽ പതിയെ ഇരുന്ന് കരയുകയായിരുന്നു റാണി. എന്നാൽ പുറത്ത് നടന്ന എല്ലാ സംസാരവും അവൾ പതിയെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. റാണി വളരെ നിശബ്ദയായിരുന്നു. അന്ന് കണ്ട റാണിയെ അല്ലായിരുന്നു ടോണി ഇന്ന് കണ്ടത്. ടോണിയെ കണ്ടപ്പോൾ അന്നത്തെ പോലെ ഭ്രാന്ത് പിടിച്ച പോലെ അവൾ ഓടി വന്ന് ടോണിയെ കെട്ടിപ്പിടിക്കുകയോ ഭ്രാന്ത് പറയുന്ന പോലെ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ടോണിക്ക് തൻ്റെ ഭാര്യയിൽ കണ്ട മാറ്റങ്ങൾ അതിശയമായിരുന്നു. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച പോലും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല ടോണി അവളെ വന്ന് കണ്ട് തിരിച്ചു പോകുമ്പോൾ. ഇത്ര പെട്ടെന്ന് അവളിലുണ്ടായ മാറ്റം തന്നെ വല്ലാതെ അതിശയപ്പെടുത്തിയിരുന്നു. തൻ്റെ അരികിലേക്ക് ഓടി വന്ന് തന്നെ അന്നത്തെ പോലെ അള്ളി കെട്ടിപ്പിടിക്കുമെന്നായിരുന്നു ടോണി പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ടോണിയെ കണ്ട് ഇരുന്നിടത്ത് നിന്നും ഒന്ന് എഴുന്നേൽക്കുകയും ചെറുപുഞ്ചിരിയോടെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും ടോണി കാണുന്നുണ്ടായിരുന്നു. 2 പേർക്കുമിടയിൽ വല്ലാത്ത നിശബ്ദമായിരുന്നു. കാരണം ടോണി പ്രതീക്ഷിച്ചത് വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ മാറ്റി നിർത്തി സംസാരിക്കണം എന്നൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നും പ്രതീക്ഷിച്ചതിന് അപ്പുറത്തായിരുന്നു സംഭവിച്ചത്. എന്നാൽ പ്രതീക്ഷകളെ മറികടന്നുകൊണ്ട് തന്നെ വീണ്ടും ടോണിയെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അവളുടെ സംസാരം. ഇച്ചായൻ എപ്പോഴാ വന്നതെന്ന്. ടോണിക്ക് അവളിലെ ആയ ഇച്ചായ എന്നുള്ള വിളി പോലും ടോണിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി. വീണ്ടും റാണി ചോദിച്ചു, ഇച്ചായൻ എപ്പോഴാ വന്നത്? സംസാരമൊക്കെ ഞാൻ കേട്ടിരുന്നു. ഇച്ചായൻ ആർക്ക് വേണ്ടിയിട്ടാ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുന്നത് എന്ന റാണിമോളുടെ ചോദ്യത്തിന് മുന്നിൽ വല്ലാതെ പതറിപ്പോയി ടോണി. അത് പിന്നെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ടോണി വളരെ മൗനമായി നിന്നു. റാണി ചോദിച്ചു, ഇച്ചായന് എന്നോട് പറയാൻ മടിയാണെങ്കിൽ പറയണ്ട കേട്ടോ. ഞാൻ ഇച്ചായൻ്റെ അടുത്ത് ഒന്നിനും വാശി പിടിക്കത്തില്ല. ഇച്ചായൻ അത്രത്തോളം ക്ഷമിച്ചിട്ടുണ്ടല്ലോ. ഈ ലോകത്തിൽ ഞാൻ കടപ്പെട്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഇച്ചായൻ മാത്രമാണ്. എന്നെ എല്ലാവരും ചതിക്കുകയായിരുന്നു ഇച്ചായ, എല്ലാവരും. ഞാൻ വിശ്വസിച്ച കർത്താവും എല്ലാവരും എന്നെ ചതിച്ചില്ലേ? ആദ്യം എന്നെ കർത്താവ് ചതിച്ചു. എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞിനെ തന്നിട്ട് ആ കുഞ്ഞിൻ്റെ അച്ഛനെ അങ്ങ് കർത്താവ് എടുത്തു. ആദ്യം തന്നെ ഷെറിനെ കർത്താവ് അവിടെ തോൽപ്പിച്ചു. എനിക്ക് വേണ്ടിയിട്ട് കർത്താവ് ഒരു മാലാഖ പോലെ ഒരു കുഞ്ഞിനെ എനിക്ക് തന്നു. അവൾക്ക് ഞാൻ ജന്മം നൽകി. എല്ലാവരും എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അവൾക്ക് പൂർണ്ണ സംരക്ഷണം കൊട്ടാരമറ്റത്തുകാർ നൽകിക്കോളാമെന്ന്. കൊട്ടാരമറ്റത്തിനും എനിക്കും നല്ലത് വേണ്ടി മാത്രം എന്നോട് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. ആ കുഞ്ഞിനെ അവർ പൂർണ്ണ സംരക്ഷണം നൽകിക്കോളാമെന്നും ഒരച്ഛൻ്റെയോ അമ്മയുടെയോ കുറവ് ആ കുഞ്ഞിന് വരത്തില്ലെന്നും പറഞ്ഞ് എന്നെ അവർ വിശ്വസിപ്പിച്ചു. എന്നെ വിവാഹം കഴിച്ചയപ്പിച്ചു. എനിക്ക് സ്വർഗം പോലെ ഒരു വിവാഹ ജീവിതം വെച്ച് നീട്ടി കർത്താവ് അവിടെയും എന്നെ തോൽപ്പിച്ചു. എന്നിൽ നിന്നും അത് തട്ടിത്തെറിപ്പിച്ചു കർത്താവ്. ഇപ്പോഴും ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ് ഇച്ചായ, ഒരു പ്രാന്തിൻ്റെ രൂപത്തിൽ.
ഒരു ഭ്രാന്തിയായിട്ട്. എനിക്കറിയത്തില്ല എന്നിൽ ഇനി എന്തൊക്കെയാണ് കർത്താവിന് പരീക്ഷിക്കാനുള്ളതെന്ന്. ഇനിയും ഞാൻ നിന്നു കൊടുക്കാൻ തയ്യാറാണ് ചായ. ഒരാത്മഹത്യയുടെ രൂപത്തിലും കർത്താവ് എന്നെ ജയിപ്പിക്കത്തില്ലെന്ന് എനിക്കറിയാം. അവിടെയും കർത്താവ് എന്നെ തോൽപ്പിക്കും. കാരണം കർത്താവിനിപ്പോൾ ഞാനൊരു പരീക്ഷണ വസ്തുവാണ്. ഷെറിനെ ഒരു നോക്ക് കാണാനും അവളോട് എന്തെങ്കിലും ഒന്ന് 2 വാക്ക് സംസാരിക്കാനുമായി വന്ന റോബിച്ചൻ ഈ തവണ തോറ്റുപോയി. അവളുടെ മുമ്പിൽ ഒന്ന് വാ പോലും തുറക്കാൻ കഴിയാതെ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു റോബിച്ചൻ. തുടർക്കഥയുമായി മറ്റൊരു എപ്പിസോഡിലൂടെ കാണുന്നതായിരിക്കും. ശുഭരാത്രി.